എല്ലായിടങ്ങളിലും നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായി നല്ല റോഡുകൾ. നമുക്ക് മാത്രം ഗ്രാമീണ റോഡിനേക്കാളും മോശമായ നാഷണൽ ഹൈവേ. ഈ സ്ഥലമേറ്റെടുത്ത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കൂടുതൽ പണം ചെലവിടാൻ നാഷണൽ ഹൈവേ തയ്യാറുമില്ല. അങ്ങനെ ഒരു സാഹചര്യം. അപ്പോ നമ്മുടെ നാടിന്റെ ഗതാഗത സൗകര്യത്തിനും പൊതുവായ വികസനത്തിനും നാഷണൽ ഹൈവേ വികസിക്കേണ്ടത് ഒഴിച്ചുകൂടാത്ത ആവശ്യമായിരുന്നു. അത് വെച്ചുകൊണ്ട് നാം ഒരു ഗതികെട്ട സമീപനത്തിലെത്തി. അവരുടെ ചില വ്യവസ്ഥകൾക്ക് നാം വിധേയരാകേണ്ടി വന്നു. അവസാനം ഒത്തുതീർപ്പ് ചർച്ചയിൽ സംസ്ഥാനത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയിൽ 25% വഹിക്കേണ്ടതായി വന്നു. അതിനു മുൻപ് ഒരിടത്തും അതുണ്ടായിട്ടില്ല. അതിനുശേഷവും ഒരിടത്തും അതുണ്ടായിട്ടില്ല. നമ്മൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായി 5600 കോടി രൂപ നാഷണൽ ഹൈവേക്ക് നൽകേണ്ടതായി വന്നു. ഇത് UDF സർക്കാർ കാണിച്ച ഘടികാരസ്ഥയുടെ ഭാഗമായി നമുക്കുണ്ടായ പിഴയാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത.